കൈപ്പയ്ക്ക് ഇതുപോലെ വറുത്ത് കഴിച്ചിട്ടുണ്ടോ? കൈപ്പയ്ക്ക് കൊണ്ടാട്ടല്ല കേട്ടോ, കുറച്ച് മസാലയൊക്കെ ചേർത്ത് വറുത്തതാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആദ്യം തന്നെ കൈപ്പയ്ക്ക് ക്ലീൻ ചെയ്ത് നന്നായി കഴുകി കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കൈപ്പയ്ക്കയുടെ കയ്പ് കുറച്ച് കുറയാനായിട്ട് ഉപ്പ് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി ഒന്നും കൂടി കഴുകിയതിന് ശേഷം കൈപ്പയ്ക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൈപ്പയ്ക്കയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. കൈപ്പയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചതിനാൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. വെള്ളം കുറവ് തോന്നിയാൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൈപ്പയ്ക്ക വറുത്തെടുക്കാം. കൈപ്പയ്ക്കയുടെ കയ്പ് ഇഷ്ടമുള്ളവർ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട കേട്ടോ. ഈ കൈപ്പയ്ക്ക് കുറച്ച് കയ്പ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇനി കൈപ്പയ്ക്ക ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വറുത്തെടുത്തോളൂ. 2 സൈഡും ഫ്രൈ ആയി വന്നാൽ പാനിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.